ഓക്കെ അല്ലേ? ഓക്കെ. പറയ്, എന്തൊക്കെയാണ് വിശേഷങ്ങള്? ആ, പറഞ്ഞോളൂ. അൽഹംദുലില്ലാ. നിങ്ങള് പറയും. ഇപ്പൊ കുറച്ച് ദിവസമായിട്ടേ ഉം, 79 പോയിന്റ് പിന്നെ 80 ഇങ്ങനെ ഉം, 30 ഗ്രാം 30 എന്താ പറയാ, ഒരു അങ്ങനെ അങ്ങനെ കീക്കാൻ തൂക്കാണ് ഉം, ഉം, രണ്ടു ഉം. മൂന്ന് ദിവസമായിട്ട്. ശരി ശരി. ആ 80 തന്നെയാണ്. ആ. 80.5 ആവും, പിന്നെ 79.30 ആവും, ഉം, 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 പിന്നെ ഉം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കീക്കാൻ തൂക്കായിട്ട്. ഉം, 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 ഉം. എന്തായാലും അൽഹംദുലില്ലാ നല്ല മാറ്റങ്ങളാണ് എല്ലാരും പറഞ്ഞത്. ഉം, 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 ഉം. നമ്മളെല്ലാം നമ്മുടെ ബോഡിയെ ശ്രദ്ധിക്കുന്നത്, മറ്റുള്ളവരാണ്. ശരി ശരി. ഇപ്പൊ എത്രയായിന്ന് പറഞ്ഞ 82 തുടക്കത്തിലുണ്ടായിരുന്നത്? 82.5. ഓക്കെ, ഇപ്പൊ എത്രയാണ് വരുന്നത്? ഇപ്പോ 80. ഇപ്പൊ 80, 2 കിലോ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 2 കിലോ കുറഞ്ഞു രണ്ട് എന്ന്. പോയിന്റ് അഞ്ച് 2.5. ആ ഓക്കെ, നിങ്ങൾക്ക് രണ്ട്. ബോഡിക്ക് എന്താ ഫീൽ ചെയ്യുന്നപ്പോ? ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഇതുണ്ടല്ലോ. ആ ഫ്രഷ്നെസ് ഫീൽ എന്താ, ചെയ്യുന്നുണ്ട്. ആ ആ ആ, പിന്നെ ആ, എന്താ പറയാ, നമ്മളുടെ ആ, പെരുപ്പം അത് ഉം, അത് ഒരു 90% പോയി, ഉള്ളത് ഉം, പറയാലോ. ഉം. അതെ അതെ. ഉം, 90% പോയി ഉം, ഉള്ളത്. ഉം, പിന്നെ ഇപ്പൊ ഉം, ഉള്ളത് കാലിന്റെ തെരിപ്പ് ചെറുതായിട്ടുള്ളൂ. ഉം. അത് ഇൻഷാ അള്ളാ കാലിത്തെരിപ്പ്. കുറച്ച് കഴിഞ്ഞ് പോകും വേണ്ടി. ഉം. അത് ഓവർ വെയിറ്റ് കാരണേ ഉണ്ടാവണ ശരി ഒരു ശരി. ഇതുണ്ടാവുമല്ലോ. ഉം, 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 ഉം. അതിപ്പോ ഏകദേശം അങ്ങനെ പോയി. പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ അൽഹംദുലില്ലാ വളരെ എന്താണ് അളവ് കുറച്ച്, ഉം, പിന്നെ ഡയറ്റിങ് കാര്യങ്ങൾ, ഫ്രൂട്ട്സ്, പച്ചക്കറികൾ, ഇതൊക്കെ തന്നെ കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഉം, ഉം. ചോറിനെക്കാട്ടിയും കൂടുതൽ കൂടുതൽ അളവിൽ ആ, ഫ്രൂട്ട്സ്. ശരി ശരി. ആ, പിന്നെ ആഴ്ചയിൽ ഒറ്റ പ്രാവശ്യം അതുപോലെ ഒരു ചെറിയൊരു മീനിന്റെ ഫ്രൈ ഉണ്ടാവും, ഒരു 50 ഗ്രാം ആഴ്ചയിൽ ഒരു പ്രാവശ്യം. മീൻ്റെ ഫ്രൈ. ആ ആ. ഏ, ആഴ്ചയിൽ ഒരു ദിവസമല്ലോ കേട്ടോ, ഒറ്റ നേരം ഉണ്ടാവുള്ളൂ. അത് ഒറ്റ ഒന്ന് ആ ആ ആ. ഒറ്റ നേരം. അത് നമ്മളുടെ അല്ലെങ്കിൽ നമുക്ക് അതെന്താ വെച്ചാല് നമ്മള് എന്താ പറയാ, പൂതിന്റെ ആയിട്ട് പിന്നെ ഇങ്ങനെ മനസ്സിൽ കിടന്ന് കഴിക്കണ്ട വെച്ചിട്ടാണ് അങ്ങനെയും ചെയ്യുന്നത്. ഉം, ആഴ്ചയിൽ ഉം, ഒരു ദിവസം. ഉം, 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 ഉം. അത് ആഴ്ചയിൽ ഒരു ദിവസം ആക്കിയിട്ടുള്ളൂ. അത് ആ, ഒറ്റ നേരം മാത്രം. ബാക്കിയൊക്കെ അധികവും ഫ്രൂട്ട്സും സലാഡ്, പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അൽഹംദുലില്ലാ, ഉം. കുഴപ്പമൊന്നുമില്ല. ശരി. ഓക്കെ. പിന്നെ ഉം, അതുപോലെ ബീഫ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ബീഫിന്റെ അതിന്റെ ഏറ്റവും ചെറിയ കഷ്ണം, ഒറ്റ ഒറ്റ പീസ്, ഉം, 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 ചെറുതുണ്ടല്ലോ, ചെറിയ ഒറ്റ ഉം, പീസ് ഉം, ഉം, ഉം. ചിക്കൻ. നിങ്ങൾ പറഞ്ഞ പോലെ ചിക്കൻ അൽഹംദുലില്ലാ നിങ്ങൾ പ്രോട്ടീൻ സാധനം ആയതുകൊണ്ട് നമ്മളത് ചാറ് വെച്ചത് ഉം, അത് കഴിക്കും. ഉം, പൊരിച്ചപ്പോ ഇല്ല, ഉം, പൊരിച്ച ഉം. ഇല്ല, ശരി ശരി. ചാറ് വെച്ചത്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ കുറെ ക്ഷീണങ്ങള് അങ്ങനെ ശരീരത്തിൽ നിന്ന്. ഉം, ഉം, ഉം. നമ്മളെ പോലത്തെ ഒരാള് ഇത്ര വലിയൊരു തൂക്കം ആക്കുമ്പോ എനിക്ക് അതിന്റെ ക്ഷീണമൊക്കെ അനുഭവപ്പെട്ടിരുന്നു. ഉണ്ടല്ലേ. ആ ആ നമ്മൾ ആ. വർക്കൗട്ട് ചെയ്യാത്തോണ്ട്. ഇപ്പൊ അൽഹംദുലില്ലാ രാവിലെ ഇതുപോലെ ഉം, ഒരു ഉം, അരമണിക്കൂർ നന്നായിട്ട് ആഞ്ഞു വരിഞ്ഞ് ശരീരം ഇളകുന്ന രൂപത്തിൽ നടക്കും. വൈകിട്ട് ഉം, ഇതുപോലെ എന്താ പറയാ, എക്സസൈസും പിന്നെ ഉം, നടത്തമുണ്ട്. നടത്തം ഉം, 2 നേരം ഉണ്ട്. ഉം, ഉം, ഉം. ഉം. ശരി. എത്ര കലോറി ബേൺ ആവുന്നുണ്ട് ഓരോ നടത്തത്തിലും? ആ, ഓക്കെയോ? എത്ര ഉണ്ടാവും അത് എനിക്കറിയില്ല. അതിന്റെ എങ്ങനെ നോക്കണം, നടത്തത്തിൽ എത്ര പോകും? ഓക്കെ. ഏകദേശം അതെങ്ങനെയാണ് അറിയാത്, നടന്നു കഴിഞ്ഞാൽ കലോറി കുറയുന്നത്? ഏകദേശം 8000 സ്റ്റെപ്പ് നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ, 1000 സ്റ്റെപ്പ് നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 50 കലോറി നിങ്ങൾ ബേൺ ആക്കും. അപ്പൊ എന്തായാലും ഞാനിപ്പോ ഡെയിലി 10,000 സ്റ്റെപ്പുകൾ നടക്കുന്നുണ്ട്. 10,000 സ്റ്റെപ്പ് നടക്കുന്നുണ്ട്. ഓക്കെ. ആ ആ അപ്പൊ ഒരു 500 കലോറി അതിനനുസരിച്ച് പോവോ? പോകുന്നുണ്ട്. അല്ലേ? ആ, ഉം. 10,000 സ്റ്റെപ്പ് മസ്റ്റാ ഡെയിലി. ഉം. ശരി. കാരണം 5 കിലോമീറ്റർ ആണ് നമ്മൾ നടക്കുന്നത് ഒരു ദിവസം, നടക്കുന്നു. 5 കിലോമീറ്റർ. ആ ആ. ഓക്കെ. ആപ്സിന് എന്തെങ്കിലും വർക്കൗട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഏഹ് ആപ്സിന് വർക്കൗട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ആപ്സ് ആപ്സ് മീൻസ് ആപ്സ് അബ്ഡമിൻ. ആ ശരി, അങ്ങനെ ഞാൻ ആ ഷോർട്ടുകൾ ഉപയോഗിച്ചപ്പോഴേ ആ ആ ആ. എനിക്ക് കൂടി കിട്ടിയില്ല. വിളിക്കണ്ടാ, ഞാൻ കുറച്ചുകൂടെ വിളിക്കാം. ആപ്സ് അല്ല. ആ, ഉം. നമ്മള് മെയിനായിട്ട് എന്താ പറയാ, എന്താ പറയാ, ഈ ഇതുണ്ടല്ലേ, സാക്ക് ജാക്കിങ്. ആ ആ ആ ആ. അതാണ് മെയിൻ ആയിട്ടുള്ളത്. ശരി ശരി. ആ. പിന്നെ അതുപോലെ ഈ സൈഡ് സിറ്റപ്പ് ഉണ്ട്. ഉം. പിന്നെ നിങ്ങൾ തന്ന അതിലെ മെയിൻ ആണ്, എന്താ പറയാ,
അതുണ്ടല്ലോ എക്സസൈസിന്റെ ഇത്, ആ അത് ചെയ്യുന്നുണ്ട്. ഉം, ഉം, പിന്നെ എനിക്ക് ഇതാണ് നിങ്ങൾ ഈ പറഞ്ഞ ഇതാണ് കൂടുതലായി കിട്ടേണ്ടത് ആപ്സിന്റെ ഉം. വയറിന്റെ എക്സസൈസ്. ശരി. അതൊന്നും ശരിക്കും ചെയ്യണം. നമ്മളിപ്പോ ചെയ്യുന്നത് ആ ഉം. ചാട്ടവും പിന്നെ നിങ്ങൾ പറഞ്ഞ പോലത്തെ മറ്റേ അതുണ്ടല്ലോ, എന്താ ഉം. പറയാ, ആ കാലേക്കുള്ള അതെ. കാൽമുൾ അതാണ് ഇപ്പൊ ചെയ്യുന്നത്. അത് ശരിയാണ്. ചെയ്താലും മതി അല്ലേ? മുഹമ്മദി ജബിൻ ജാക്സൺ. ഓക്കെ 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 ഓക്കെ. എന്നാലും ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഇവിടെ സുന്നത്തിൽ കുറച്ച് പേര് അവിടെ ഉണ്ട് സുന്നത്ത് ചെയ്ത് ആ സഭയിലെ. ആ ശരി. അപ്പൊ ഞാൻ അവരെ കാണാന്, നമ്മളെ പഠിപ്പിച്ച ആൾക്കാർ തന്നെ. അപ്പൊ അവരെ ആ. കാണാണ്ട് പോകുമ്പോ അവര് തന്നെ ഉസ്താദ് തടി നല്ല കുറഞ്ഞിക്കണല്ലോ. ഉം. ഞങ്ങള് ചോദിക്കണം എന്ന് ചോദിച്ചു. ഞങ്ങൾ ദൂരത്തുനിന്ന് കാണുമ്പോ പണ്ടുള്ള ഉസ്താദല്ല, ഭയങ്കര മാറ്റം വന്നിട്ട് പറഞ്ഞിട്ട് മാഷാ അല്ലാ. എന്ത് ആ പറ്റി ഉസ്താദ്? ഇപ്പൊ എല്ലാരും ഇതാ ചോദിക്കണം എന്നോട്. ആ ഈ ആ. 2.5 കിലോ മേത്തോട്ട് പോയപ്പോ എന്നോട് ചോദിക്കണത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? അതെ. അല്ല ആ ഇഞ്ചസ്, ചിലര് ആ ഇഞ്ചസ് ആണ് പോസിറ്റീവായി പറയുന്നുണ്ട്. ആ ഇഞ്ചസ് ആണ് മാറ്റം ഏഹ് വന്നുള്ളൂ. എങ്ങനത്തെ? ഇഞ്ചസ് നമ്മുടെ തടിമന്ന് പോയത്. നമ്മുടെ ആ ശരീരത്തിൽ ഇഞ്ചസ് മാറ്റം ഇപ്പൊ വരുമ്പോ തന്നെ നമ്മളെ വെയിറ്റ് കുറയണേക്കാൾ കൂടുതൽ നമ്മളെ അതന്നെ അതന്നെ ശരീരത്തിന്റെ ആകാരത്തിൽ വ്യത്യാസം വരും. അതന്നെ 95 ഇതാട്ടെ ഞാൻ നിങ്ങളോട് ഇന്ന് എഴുതാൻ പറഞ്ഞതാണ്. ആ അതില് 95 CM അയക്കണം. 95 സെന്റിമീറ്റർ അതിന്റെ അല്ലേ? ആ ആ ആ ആ. വെയിറ്റ് 80. ഉം, ഉം, ഉം. അതിന്റെ ഇതാണ് എന്താ പറയാ, ഉം. വയസ്സിലെ ആ ആ ഭാഗത്താണ്. 3-ാം തീയതിയാണ് മറ്റേത് ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്, അതിന് ശേഷം പിന്നെ ചെയ്തിട്ടില്ലല്ലോ? ഇന്ന് ചെയ്യാണ്ട്, ഇന്ന് ചെയ്യാണ്ട്. ആ ഇന്നലത്തെ രാവിലത്തെ രാത്രിത്തെ ഞാൻ എന്താണ് സുബീന്റെ ശേഷമാണ് ചെയ്യല്. അത് ഇൻഷാ ചെയ്തിട്ട് അള്ളാ. നേരെ ഇനി ഇതിലോട്ട് നാളെ അയച്ചിട്ടുള്ളൂ. മറ്റന്നാൾ അങ്ങനെ ആവുന്ന സമയത്തേ ഞാൻ ഇന്ന് ചെയ്യാം ഇൻഷാ അള്ളാ. ആ ഒന്നാമത് നമുക്ക് ആ സത്യം പറഞ്ഞാൽ ഇതിനായിട്ട് ഇരിക്കാൻ നേരം കിട്ടില്ലല്ലോ. ഇവിടെ നേരം ഫുള്ള് കിട്ടിയില്ലല്ലോ. വിസിറ്റേഴ്സ് ഇവിടെ. ആ നമുക്ക് ഒന്നാമത് 24 മണിക്കൂർ കൂടെ ആൾക്കാർ വന്നോണ്ട് സഭയിൽ വന്നോണ്ടിരിക്കും. ആ. അപ്പൊ അപ്പൊ ഞാൻ ഒരു വന്നു ടീം കഴിഞ്ഞാൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അവരെ കൂടെ നടക്കാൻ വേണ്ടി. അല്ല അവര് മുസ്ലിം ആവുമ്പോൾ അപ്പൊ അവര് സംസാരിക്കണം കാര്യങ്ങൾ എന്തൊക്കെ ഡാറ്റകൾ ശരി. നോക്കണം. ഉം, അപ്പൊ ഉം, ഇപ്പൊ ഉം. ഞാൻ ഇപ്പൊ ഒരാക്കി കൊടുത്തിട്ട് നിങ്ങൾ വിളിച്ചപ്പോ ഒരാൾ വന്നിരുന്നു. ശരി അപ്പൊ ശരി. ഒരാളാക്കി കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഫുൾ ടൈം എൻഗേജഡ് ആണ് അവിടെ. എൻഗേജ് ആണ്. എപ്പോഴാണ് അപ്പൊ ആരാ അതിന്റെ വരിക എന്ന് ഇടയ്ക്കാണ് ഇപ്പം പറയാൻ പറ്റും. ഇല്ല 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 ഈ സമയത്ത് നമ്മള് വിജിലന്റ് ആയിരിക്കണം അവിടെ. ആ ആ ആ. രാത്രി 12:30 വരും. ഈ ദൂരത്തു നിന്നൊക്കെ ഇപ്പൊ നമുക്ക് ആട്ടിപ്പുറത്ത് നമ്മള് ദീനല്ലേ, ഏത് സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടപെടണം. ഉം, അപ്പൊ ഉം. 24 മണിക്കൂറാണ്. അപ്പൊ അതിന്റെ ഇടക്കാണ് നിങ്ങളായിട്ടുള്ള ഈ ഇന്ററാക്ഷൻ ഒക്കെ. അതാണ് അതാണ്. മാഷാ അപ്പൊ അവിടെ അല്ലാ. ഒരാളാക്കി കൊടുത്തുകൊണ്ട് പോണൊക്കെയാണ്. ഇപ്പൊ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട് പറഞ്ഞിട്ട്. ഉം, ഉം, ഉം. അതെ, നിങ്ങൾക്ക് അതുകൊണ്ടാണ് ലൈവ് പ്രോഗ്രാമിലൊന്നും നിങ്ങളെ ഞാൻ വല്ലാതെ പങ്കെടുപ്പിക്കാത്തത്. നമ്മളെ ലൈവ് ആ സെഷനുകളൊന്നും നിങ്ങൾ പങ്കെടുക്കണ്ട എന്ന് പറയാൻ കാരണം അല്ല വെച്ചാല് പങ്കെടുപ്പിക്കാം. അല്ല നിങ്ങൾ പറയണ്ട പങ്കെടുക്കേണ്ടത് ആ പങ്കെടുക്കണ്ട. ഉം, ഞാനത് വേറെ ആൾ അറേഞ്ച് ചെയ്യും. അത് വേറെ ഉം, കാര്യം. ഉം, നിങ്ങൾ പങ്കെടുപ്പിക്കണം. അത് വേണം. എനിക്ക് നിന്ന റിസൾട്ട് കിട്ടണം. അത് ഉം. മാത്രമല്ല നമ്മളെ ബോഡി നോക്കട്ടെ, എന്നാലേ നമുക്ക് ദീർഘായുസോടെ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അതെ അതെ. ആഫിയത്തോടെ. ഉം, ഉം, ഉം. അപ്പൊ നിങ്ങളതിന് നിർബന്ധമായി പങ്കെടുക്കേണ്ട കാര്യങ്ങളിൽ നിങ്ങൾ എന്നെ പങ്കെടുപ്പിക്കുകയും വേണം. അത് ഉം, നിർബന്ധമാണ്. അത് ഉം. നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. ഇതിലൊക്കെ രാവിലത്തെ ക്ലാസ്സിന് ഞാൻ പങ്കെടുക്കലുണ്ട്. മറ്റേ ഉം. ഈ 8 മണി, ഇന്നിപ്പോ 8 മണിന്റെ ക്ലാസ് ഉണ്ടായിട്ടില്ലല്ലോ? ഇന്നുണ്ടായിരുന്നു. ഇന്നുണ്ടായിരുന്നാ? ഉം. 5 മണിന്റെ അല്ല, 5 മണി ഞാൻ നോക്കിയിരുന്നു. 5 മണിക്ക് സുബൈക്ക് എണീറ്റപ്പോ ഉണ്ടായിരുന്നു. 8 മണിന്റേത് TF. TF രാവിലത്തെ ഉണ്ടായിരുന്നില്ല. ഞാൻ ശ്രീയുടെ ഞാന് ഇന്നലെ കണ്ടു സോറി. ഒരു ശരിയാണ്. ഒരു മാസം നിങ്ങൾ കറക്റ്റ് ഇത് തെറ്റാതെ ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈൻഡ് ഓപ്പൺ ആവും. പിന്നെ ഈ ഇൻഷാല്ലാ ഞാൻ നോക്കാം. മറ്റേതിന്റെ റെക്കോർഡ് ക്ലാസ് ഒന്നും ഇല്ലല്ലോ അല്ലെ? ഇതെന്തായി ഒന്നും ഇല്ലല്ലോ. 7 ഡേയ്സിന്റെ എന്തായി? ഏഹ് ഇതെന്തായി? ഇതിൽ ഏതൊക്കെ കണ്ടു നിങ്ങളിപ്പോ? ഏതിന്റെ എന്തായി 7 ഡേയ്സ്? 7 ഡേയ്സില് മിനിയാന്ന ലാസ്റ്റ് കണ്ടത്. ഇത് ഇന്നൊന്നും കണ്ടോ? കിട്ടിയില്ല. അപ്പൊ ഇന്നിപ്പോ ഇത് കണ്ടോ? ചാപ്റ്റർ 5. ആ 5 കണ്ടു. 5 കണ്ടു. ഇത് കണ്ടോ? ആ, നിങ്ങളതാണ് ലാസ്റ്റ് കണ്ടത്. നിങ്ങളെ ക്ലാസ്സാ ലാസ്റ്റ് കണ്ടത്. ഈ 10 ടിപ്പുകൾ കണ്ടോ നിങ്ങള്? 10 ഡേ ടേക്ക് ആക്ഷൻ. ആ എത്രാമത്തെ ദിവസം? 3-ാമത്തെ ദിവസം. അത് കണ്ടു. ഇത് കണ്ടോ? 3-ാമത്തെ ദിവസം. ആ ആ, അത് കണ്ടു. ഞാൻ ചാർട്ടൊക്കെ റെഡിയാക്കുന്നുണ്ട്. ആ ചാർട്ടൊക്കെ ഉള്ളതല്ലേ? ഇത് കണ്ടോ നിങ്ങള്? BTC എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കണ്ടോ? ബോഡി ട്രാൻസ്ഫോം അയാൾ ചെയ്താല്. അത് കണ്ടു. അതിന് ശേഷമല്ലേ നിങ്ങളതുള്ളത്? 3-ാമത്തെ ദിവസമുള്ള ബുധൻ, ആ വ്യാഴം, വെള്ളി, ഇദ്ദേഹത്തിന്റെ ശനിയാഴ്ച ലാസ്റ്റ് കണ്ടത്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ സെഷൻ നിങ്ങൾ കണ്ടോ? ഫുള്ളായിട്ട് കണ്ടോ മനോജ് സാറുടെ? ഇദ്ദേഹത്തിന്റെ അല്ലേ? ഏ ഇത് ഇതാണ് കറക്റ്റ് ആയിട്ട് എങ്ങനെ ഇത് കണ്ടു 30 അത് കണ്ടു. ഇഷ്ടായോ? ആ എന്താ നിങ്ങൾക്ക് അത് മനസ്സിലായത്? ഇഷ്ടമായി. അതിലൊക്കെ അതിലാണ് നമ്മുടെ ഒരു ദിവസത്തെ ഒരു പ്ലാന് മൊത്തം പറഞ്ഞ അതിലല്ലേ? അതെ അതെ. ഒരു ദിവസം പ്ലാൻ എങ്ങനെയാണ് അതന്നെ അതന്നെ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിന് അതന്നെ ഉപകാരപ്പെടുന്നുണ്ടോ അതന്നെ നിങ്ങൾക്ക്? ഞാൻ കണ്ടു.
പിന്നെ തീർച്ചയായിട്ടും എന്തൊക്കെ കഴിക്കേണ്ടത് കാര്യങ്ങളൊക്കെ. പിന്നെ അതില് ഇനി വേറൊരു സംശയം ഇങ്ങോട്ട് ചോദിക്കാന്ന് വെച്ചാൽ ആ നട്ട്സ് ഉണ്ടല്ലോ, നട്ട്സ്. ആ നട്ട്സിൽ കലോറി കൂടുതലാണ് ഉം. അല്ലെ? അതെ. അപ്പൊ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? തിന്നാൻ വേണ്ടത്, ഒഴിവാക്കാൻ വേണ്ടത്? വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർ ഒഴിവാക്കുന്നതാണ് നല്ലത്. വെയിറ്റ് അത് കൂടിയ ശരി, ആൾക്കാർ കൂട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് കഴിക്കുകയാണ് വേണ്ടത്. വെയിറ്റ് കഴിക്കാമല്ലോ അല്ലേ? കുറക്കണ സമയത്ത് നമ്മൾ നട്ട്സ് ബദാമൊക്കെ കുറക്കണതാണ് നല്ലത്. ഉം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ശ- ഈത്തപ്പഴം പോലെ നമുക്ക് ആ ഹൈ കലോറിയാണ്. ആ എത്തണം അല്ലേ? ആ അത് ശരി, അത് ശരി. അതുപോലെ ചെറുപഴം, ചെറുപഴത്തിൽ കലോറി കൂടുതലുണ്ടോ? ചെറുപഴം, ചെറുപഴം മസൂരിപ്പഴം. റോബസ്റ്റ് നിങ്ങൾക്ക് കഴിക്കുക. ചെറുപഴവും റോബസ്റ്റും നിങ്ങൾക്ക് കഴിക്കാം. കഴിക്കുക. അതേപോലെ ആ. നേന്ത്രപ്പഴം ഒഴിവാക്കുന്നതല്ല. ഈ അത് കോഴിമുട്ടയുടെ മഞ്ഞ ഉള്ളിലത്തെ. അതാണ് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. കോഴിമുട്ടത്തെ മഞ്ഞ നിങ്ങൾക്ക് കഴിക്കുക, പക്ഷേ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ആ അല്ലാന്നുണ്ടെങ്കിൽ അത് അത് ഫാറ്റ് ചോദിച്ചു. ആയിട്ട് അവിടെ കിടക്കും. ആ ആ, ഓക്കേ, ഓക്കേ. അല്ല, ഞാനത് അങ്ങനെ കഴിക്കലില്ല, എനിക്ക് ഉം. ഇഷ്ടമല്ല ഒന്നാമത്. ഉം. ആ ഫൈവ് പിന്നെ ഡേയ്സ് 5 days ബൂട്ട് ക്യാമ്പ് മുഴുവൻ കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞു, അത് കഴിഞ്ഞു. ഇതിപ്പോ ഫൈവ് ഇൻഷാല്ല ഞാൻ ഇപ്പൊ ഇന്ന് കാണാൻ പോവാണ്. ഞാനിപ്പോ ആ 3 മണി വരെ ഫ്രീ ആണ്. ഇത് ഫുള്ള് 2 കഴിഞ്ഞില്ലേ? മണി ഇപ്പൊ ഫൈവ് ഒരാൾ ഡേയ്സ് വന്നപ്പോ ബൂട്ട് ക്യാമ്പ് ഫുള്ള് കഴിഞ്ഞില്ലേ? 5 ഡേയ്സ് കഴിഞ്ഞു. 5 days കഴിഞ്ഞു. അതിൽ പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും ആക്സസ് ആണ്. എപ്പോഴും കാണാൻ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ അതിലെ ആയിക്കോട്ടെ, ആയിക്കോട്ടെ, വർക്കൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇൻഷാല്ലാ. ഒന്നുകൂടി ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള വർക്കൗട്ടാണ്. ഈ ഇൻഷാല്ലാ. 7 days വർക്കൗട്ട്, ഇതിൽ വർക്കൗട്ട് വരുന്നുണ്ട്. ആ ഉം. അജ്മലിന്റെ ഞാൻ അയച്ചു ഇൻഷാല്ലാ. തന്ന സ്റ്റാർട്ടപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന വർക്കൗട്ടുകൾ പറഞ്ഞല്ലോ. ഞാൻ കാണിച്ചു തന്നു. നീ നമ്മൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ അയച്ചേരി. ഓക്കെ നമ്മൾ സപ്പോർട്ടീവ് ട്രെയിനറാണ്. അവന് ഓന് ഫിറ്റ്നസ് മറ്റേ ആ ട്രെയിനറാണ്. പയ്യൻ എന്താണ് പേരെന്താണ്? അജ്മല് അജ്മല്. അജ്മൽ, ആ അജ്മൽ. പക്ഷെ അതില് മറ്റേ ഈ വാമപ്പ് മാത്രമേ ഉള്ളൂ. അതെ, വാമപ്പ് ആണ് മെയിൻലി ഇതാക്കണത്. അപ്പോൾ ആ നിങ്ങളിപ്പോൾ അതിന് സ്ട്രെങ്തൻ വർക്കൗട്ടുകൾ വല്ലാതെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ. സ്ട്രെങ്ത് വർക്കുകൾ എന്ന് പറഞ്ഞപ്പോ എന്താണ്, ജമ്പിങ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതെ, സ്ട്രെങ്തൻ വർക്കൗട്ടുകൾ പിന്നെ വല്ലാതെ സൈഡ് സ്റ്റാർട്ട് സ്റ്റെപ്പ്, ആയിട്ടില്ല. പിന്നെ ഇല്ല. പിന്നെ അതുപോലെ ഈ നമ്മുടെ ഹിപ്പിന്റെ അവിടുത്തെ ആ ഫാറ്റ്, അതെ അതെ അതുപോലെയുള്ള ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ആ ലീപ്പ് ആയിട്ടുള്ള. അതെ 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 പിന്നെ ഒരു എന്താണ് നമ്മുടെ ഫീറ്റ് ടച്ചിങ്ങുള്ള ആ അതെ അതെ എക്സസൈസ് ഉണ്ടോ? ഉം. റൈറ്റിലും ലെഗിലൊക്കെ. അതെ അതെ മെയിൻ പ്രശ്നം എനിക്ക് സമയം കിട്ടാത്തതാണ്, വേറെ ഉം. കുഴപ്പമൊന്നുമില്ല. ഒക്കെ അതെ ചെയ്യാനൊക്കെ റെഡിയാണ്. നമ്മളുള്ള ആര് സമയം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആ പോകുന്നു മാത്രം. സമയം ആർക്കും ഇല്ല മുത്തേ. സമയം നമ്മൾ ഉണ്ടാക്കുന്നതിലാണ് അതന്നെ. വിജയം. ആ അതന്നെ, അതന്നെ, അതന്നെ നമ്മൾ ഉണ്ടാക്കുകയാണ്, അതാ പറഞ്ഞത്. ഉം. ഉണ്ടാക്കുകയാണ്. ഓരോരുത്തരും ഗ്യാപ്പ്. നമ്മൾ എങ്ങനെ അതിന് വേണ്ടിയിട്ട് റിസൾട്ട് ആക്കി മാറ്റുന്നു എന്നതിലാണ് അതിന്റെ വിജയം കിടക്കുന്നത്. അതന്നെ, അതന്നെ. ഉം. ഇനി നിങ്ങള് പഴയ അവസ്ഥയിലേക്ക് പോകരുത് എന്നാണ് എന്റെ ചർച്ച. എത്രയും പെട്ടെന്ന്. ഏയ്, നോ, നോ, ആ നോ, നോ, നെവർ, നോ, ആ നെവർ. അതൊരിക്കലും അങ്ങോട്ട് പോകില്ല. ആ കാരണം ഞാൻ പഠിച്ചു. ആ കാരണം ഇത്രയും കാലം ഞാൻ വെയിറ്റ് ഉണ്ടോന്നോ എനിക്ക് ഫീൽ ചെയ്തിരുന്നില്ല. പക്ഷെ ആ ഇതിപ്പോ അടുത്താണ് ഞാൻ വെയിറ്റ് ഉള്ളവനാണ്, എനിക്കൊരു എന്തോ ഒരു അസ്വസ്ഥത ഉണ്ട് എന്നൊക്കെ ഉം. തോന്നിയപ്പോഴാണ്. അതെ കാരണം അതെ നമുക്ക് എന്താ പറയാ, നമ്മൾ എന്താ പറയാ, സ്റ്റക്ക് ആകുമ്പോഴാണ് കാര്യങ്ങൾ നമുക്ക് പിടികിട്ടുക. അതെ 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 അപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് വന്നത്. എന്തല്ല. ഉം. ഉം. ഇനി കറക്റ്റ് ആയിട്ട് ഇതിന്റെ ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു എക്സൽ ഷീറ്റ് ഞാൻ തരേണ്ടതാണ്. ആ എക്സൽ ഷീറ്റ് ആയിക്കോട്ടെ. ഡൗൺലോഡ് ചെയ്തിട്ട് ആ ട്രാക്ക്. എക്സൽ ഷീറ്റ് വേണ്ട, ഇപ്പോൾ ഓൾറെഡി ഉള്ള ആ ഷീറ്റ് തന്നെ ഫില്ല് ചെയ്താൽ മതി. മറ്റത് ഇപ്പൊ ഉം. നമ്മുടെ മനോജ് സാർ പറഞ്ഞല്ലേ, BTC ആ ആ BTC പറഞ്ഞല്ലോ, നമ്മൾ ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് അത് ഷെയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ശരിക്കും അത് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെ, നമ്മൾ ഷെയ്ക്ക് കുടിച്ചാലേ ഇനി നന്നായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാവുള്ളൂ, അങ്ങനെ ആ ഉണ്ടാ? വെച്ചാല് ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ സയൻസ് മനസ്സിലായോ, എങ്ങനെയാണ് നമ്മൾ വെയിറ്റ് ആ കുറയണെന്നുള്ളത്? മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇതില് ഒരു മനുഷ്യനെ സമയത്തോളം ജീവിക്കാൻ ആവശ്യമായുള്ള ഒരു കലോറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1250 കലോറിയാണ്. ഉം. അതിനോട് കൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഫാറ്റ്, അതേപോലെ നമ്മളെ പ്രോട്ടീന്, ഉം. ഈ കാര്യങ്ങളൊക്കെ കയറി വരണം. ഉം. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതൊക്കെ കയറി ഓക്കെ. വരണം എന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ആവട്ടെ, ഫാറ്റ് ആവട്ടെ, നമ്മളെ വാട്ടർ കണ്ടന്റ് ആവട്ടെ, ഇതൊക്കെ ഇങ്ങനെ കയറി വരുന്നോട് കൂടെ തന്നെ ഈ നിരന്തരമായിട്ട് നമുക്ക് വരേണ്ട ഒരു സാധനമാണ് പ്രോപ്പറായിട്ട് നല്ലൊരു ഭക്ഷണ രീതി എന്നുള്ളത്. നമ്മൾ നോർമൽ ഉം. ഭക്ഷണങ്ങളിൽ നമുക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ എത്ര നമ്മൾ കഴിക്കാലും എത്ര ചൂടാക്കിയാലും ഇതൊക്കെ പെസ്റ്റിസൈഡ് അടിച്ചിട്ട് അഥവാ മരുന്നുകൾ അടിച്ചിട്ടാണ് വരുന്നത്, അല്ലേ? ശരിയാണ്.
അപ്പൊ ഇത് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് നല്ലത് എന്ന് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് മുന്നിൽ കാണുന്നത് മാത്രമാണ്. ശരിയാ. എന്നാൽ ശരീരത്തിന് ആവശ്യമായ ലോ കലോറി ഉള്ള എന്നാൽ ഹൈ പ്രോട്ടീൻ ഉള്ള റിച്ച് ഫുഡുകൾ നമ്മൾ കഴിക്കണം. ഇത് നോർമൽ ഭക്ഷണത്തിൽ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ന്യൂട്രീഷൻ ഉം. സപ്ലിമെന്റ്സിനെ ആശ്രയിക്കുന്നത്. അതന്നെ ഇപ്പൊ ഇത് ഇപ്പൊ നല്ലതല്ല. ഇപ്പൊ ഞാനിപ്പോ ആ ഇത് ഇന്ന് രാവിലെ ഇപ്പൊ ഇത് ആ കാലാകാലത്തിനല്ല. ഇത് ഇപ്പൊ നിങ്ങൾക്ക് വെയിറ്റ് ഉം, കുറയാൻ എന്ന് വേണ്ടിയിട്ട് മാത്രമല്ല. ഇപ്പൊ നിങ്ങൾ പറയപ്പെട്ട ഈ കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങളെ തിരക്കിൽ നമുക്ക് അധികം ഉം. ഉണ്ടാക്കി കഴിക്കാൻ പറ്റൂല. മറ്റൊന്ന്, നമ്മൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വല്ലാതെ നേരമില്ല. അപ്പൊ ഇതിനൊക്കെ ബാലൻസ് ചെയ്യണ്ടേ? ഈ ബാലൻസ് ചെയ്യാൻ അതെ വേണ്ടിയിട്ട് ചെയ്യാം ആണ് നമുക്ക് ആ എന്ത് ചെയ്യുന്നത്, ഈ ന്യൂട്രീഷൻ സപ്ലിമെന്റ് നമ്മളെ സഹായിക്കുന്നത്. അപ്പം അത് ശരിയാണ്. ഓക്കെ. അപ്പൊ എന്തായാലും വർക്കൗട്ട് ചെയ്യാൻ നേരമില്ലായ്കയല്ല, ചെയ്യുന്നുണ്ട്. ആ മെയിൻ നിങ്ങൾ ആയിട്ട് അതിനായിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മൊത്തം സമയം എടുക്കുമ്പോൾ 2 മണിക്കൂർ പിടിക്കും കുളിച്ച് അതെ, അതെ. പിന്നെ അതിന്റെ മുകളിൽ റെഡിയായി. വെറും വർക്കൗട്ട് വർക്കൗട്ടിന്റെ സമയം മാത്രമായിട്ടുള്ള ഞാൻ. വർക്കൗട്ടിൽ തന്നെ 3-4 സ്റ്റേജുകളുണ്ട്. നോർമൽ ആ വർക്കൗട്ടുകളുണ്ട്, സ്ട്രെങ്തൻ വർക്കൗട്ടുകളുണ്ട്, മസിൽ ബിൽഡിംഗ് വർക്കൗട്ടുകളുണ്ട്. ആ അപ്പൊ ഈ അപ്പൊ ഈ വർക്ക് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ഓൺലി ടു മൂവ്മെന്റ് കാർഡിയോ വർക്കൗട്ടാണ്. അതന്നെ കാർഡിയോ വർക്കൗട്ട് നിങ്ങളത് എന്ന് പറയും. മാറ്റി അതന്നെ. ആ ഈ കാർഡിയോ വർക്കൗട്ട് സ്ട്രെങ്തൻ ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ശരീരമൊക്കെ മൊത്തം വേദനിക്കും. അതിന് നിങ്ങൾ നല്ല രീതിയിൽ അതന്നെ എഫേർട്ട് എടുക്കണം. ഉം. ശരിയാണ്. തുടക്കത്തിലൊക്കെ ആ നമ്മൾ ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ നടക്കാൻ തന്നെ പറ്റൂല. ആ രീതിയിൽ വേദന വരും, പെയിന് വരും. ആ നമ്മൾ മസിൽ എനിക്കറിയാം. ഞാൻ ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ 5 വർഷം കൊറോണ സമയത്ത് ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ് ഇപ്പോഴും ഓർക്കാൻ വയ്യ. അന്ന് ഇതുപോലെ ഞാൻ വെയിറ്റ് കുറച്ചിരുന്നു. അന്ന് ഇതേപോലെ ഒരു 80 കിലോ ഉണ്ടായിരുന്നു. ആ ആ അങ്ങനെ ഞാൻ കുറച്ച് ഒരു 65ലേക്ക് എത്തിച്ച്. ആ പിന്നെ ആ വീണ്ടും കൊറോണയ്ക്ക് ശേഷം വീണ്ടും ജോലിയിലേക്ക് പ്രവേശിച്ച പിന്നൊക്കെ പോയി. അതാണ്. കാരണം ഒന്നാമത്തത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് തിരക്കാണ്. നമുക്ക് അതന്നെ. ഷെഡ്യൂൾ ഇല്ലാത്ത ഒരു കാര്യം. നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ഔട്ട് ഓഫ് സിലബസ് ഉള്ള കുറച്ച് കാര്യങ്ങളെ ഞാൻ പറയുന്നത്. ഒന്ന്, നിങ്ങളെ ടൈമിനെ ആ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യണം. അത് ഷെഡ്യൂൾ ചെയ്യാറുണ്ടോ? ഇൻഷാ അള്ളാ നിങ്ങൾക്ക് ഇൻഷാ ചെയ്യേണ്ട അള്ളാ. കാര്യങ്ങൾ എന്താണ്? ചെയ്യേണ്ടതാക്കേണ്ടത് ആ എന്താണ്? ആര് വന്നാലും വന്നു കഴിഞ്ഞാൽ അപ്പക്കപ്പം കാണാനുള്ള ഒരു കോളിംഗ് ബെല്ലായിട്ട് നിങ്ങളെ മാറ്റരുത്. അപ്പൊ നിങ്ങളെ വില പോകും. ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ അതേസമയം നിങ്ങളൊരു വാല്യൂ കൽപ്പിക്കണം ആൾക്കാരുടെ മുന്നിലാവട്ടെ, ഇവിടെ ആവട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഇൻഷാ ചെയ്യാനുള്ള അള്ളാ. ഇപ്പൊ ലൊഹറ് അസറിന്റെ മുന്നേ തന്നെ നമ്മൾ നിസ്കരിക്കണം. അത് അള്ളാഹു നിശ്ചയിച്ചാണ്. നമ്മൾ പറയുന്നത് പല ഉം തിരക്കിലുണ്ടായിരുന്നു പഠിച്ചവനെ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, അസറും മഗ്‌രിബിന്റെ കൂടെ ഞാൻ നിസ്കരിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നടക്കുക? ഉം. അള്ളാഹിനോട് നമുക്ക് ഉസർ പറയാൻ പറ്റുമോ? ഒരിക്കലും അതന്നെ പറ്റൂല. അതന്നെ അതന്നെ. എന്നതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ജീവിതത്തിന് നമ്മൾ ഷെഡ്യൂൾ ഉണ്ടാക്കണം. അതിന് ഏറ്റവും പറ്റിയ ഒരു ഇൻഷാ നല്ലൊരു അടിപൊളി ടൂളാണ് ഒന്ന്, അലാറം വെക്കുക. ക്ലോക്ക് അലാറം. ഉം ഓരോ മണിക്കൂറിന്റെ ഇൻഷാ ഇടയിൽ അള്ളാ. നിങ്ങൾ ചെയ്യുന്ന ഏം, സമയങ്ങളെ ബ്ലോക്ക് ആക്കി വെക്കുക. ഈ ടൈമിന്റെ ഉള്ളിൽ ഇൻഷാ നിങ്ങൾ അള്ളാ. എന്താണ് ചെയ്തത്? നിങ്ങൾ രാവിലെ തലേ ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ആ പ്ലാൻ ഉം ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്തതിന് ശേഷം രാ രാവിലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ട്രാക്ക് ചെയ്യുക. എങ്ങനെ ട്രാക്ക് ചെയ്യുക വെച്ചാൽ, ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്താ വെച്ചാൽ, ഇപ്പൊ ഞാൻ പറയുന്നതല്ല, വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു രീതി. ഒന്ന്, നമ്മളെ മൊബൈലിൽ എന്തുണ്ട് വെച്ചാൽ നമ്മളെ ക്ലോക്ക് ഉണ്ട്, അലാറം ക്ലോക്ക് ഉണ്ട്. ഉം ഓരോ മണിക്കൂർ ഉം കൂടുമ്പോൾ അലാറം വെക്കുക. അപ്പൊ ഉം നമുക്ക് അറിയാൻ പറ്റും എന്താണ് നമ്മൾ ചെയ്യുന്നത്. ശരി. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഉദാഹരണം കല്യാണത്തിന് പോകണമെന്ന് നിങ്ങൾ 12 മണിക്ക് തീരുമാനിച്ചു. പക്ഷേ നിങ്ങൾക്ക് ഉം കല്യാണത്തിന് പോകാൻ പറ്റിയില്ല. നിങ്ങൾ 12 മണിന്റെ ഉം ആ അലാറം നിങ്ങൾക്ക് അടിക്കും. നിങ്ങൾക്ക് ഉം രാത്രി അതന്നെ. നോക്കാം നിങ്ങൾ 10 കാര്യങ്ങൾ എഴുതി വെച്ചാൽ എത്ര കാര്യങ്ങൾ നടന്നു എന്നുള്ളത്. ഉം രണ്ടാമത്തെ ഒരു മെത്തേഡാണ്, അതേപോലെ അതിനോട് കൂടെ ചെയ്യാൻ പറ്റുന്നതാണ് ഗൂഗിൾ കലണ്ടർ കേട്ടിരുന്നു? ഇല്ല ഞാൻ ഉപയോഗിച്ചില്ല. ചോദിച്ചിട്ടില്ല. ഓക്കെ. നിങ്ങൾ വെറുതെ നമുക്ക് ഒന്ന് ഉപയോഗിക്കുക ഗൂഗിൾ കലണ്ടർ. ഇതിൽ നിങ്ങൾക്ക് അത് ആപ്പാണോ? ആ ആപ്പ് കൊണ്ട് നമ്മളെ എല്ലാ മൊബൈലിലും ഉണ്ട്. നിങ്ങൾ വെറുതെ ഒന്ന് ആ ഓപ്പൺ സാധാ ചെയ്താൽ മൊബൈലുള്ള കലണ്ടർ അല്ലേ? ഗൂഗിൾ കലണ്ടർ. ഇതിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇവന്റ് എന്ന് പറയുന്ന സ്ഥലത്തെ ഉം നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അപ്പോ അത് ശരി. ഉദാഹരണം, നിങ്ങൾക്ക് ഇപ്പൊ 2 മണിക്ക് മീറ്റിംഗ് എന്നുള്ളത് എനിക്ക് റിമൈൻഡ് ഇങ്ങോട്ട് വന്നതാ. 2 മണിക്ക് ആ സ്വാലിസാനായിട്ട് മീറ്റിംഗ് കണ്ടിട്ടാണ്. ശരി അങ്ങനെ അങ്ങനെ. ഈ മീറ്റിംഗ് വന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് അതിലുണ്ട് ആ ഇപ്പൊ ഇന്ത്യയിലുണ്ട് ഇട്ടാ ഞാൻ ഓട്ടോമാറ്റിക്കലി അപ്പോഴോ ആയിട്ട് നിങ്ങൾ പറഞ്ഞപ്പോഴോ ഇവിടെ കണ്ടോ നിങ്ങള്? നിങ്ങൾ പറഞ്ഞപ്പോഴാണ്. ഓക്കെ. ഇവിടെ കണ്ടോ നിങ്ങള് ഒരു പ്ലസ്? ആ കണ്ടോ ആ ഗൂഗിൾ കലണ്ടറിന്? കണ്ടു. കണ്ടോ? അത് ഓരോ തീയതിമുള്ള ആറ് നിങ്ങളെ സ്ക്രീനിലാണോ? ഏ നിങ്ങളെ സ്ക്രീനിൽ വെച്ചിരുന്നാ ഇല്ലല്ലോ? എന്റെ സ്ക്രീന് മനസ്സിലായില്ല. അല്ല നിങ്ങൾ ഏതിലാണ് പ്ലസ് പറഞ്ഞത്?
അത് ഗൂഗിൾ ഗൂഗിൾ കലണ്ടർ അല്ലേ? കലണ്ടർ അടിയിൽ കണ്ടോ ഒരു പ്ലസ്? ആ ഒരു പ്ലസ് കണ്ടോ നിങ്ങള്? ഓരോ ഡേറ്റ് കണ്ടോ? ജനുവരി, ഫെബ്രുവരി ഇങ്ങനെ നീട്ടണ സമയത്ത് കണ്ടോ? ഹലോ, ഹലോ. ആ ഹലോ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. എന്താ പറ്റിയാണോ? ഓക്കെ, ഓക്കെ ആണോ? ഓൺലൈനിലൊക്കെ ഓക്കെ ആണ്, ഓക്കെ ആണ്. ഓക്കെ. ആ ഗൂഗിൾ കലണ്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നേരെ ഉം, അടിയിൽ ഒരു പ്ലസ് ബട്ടൺ കാണാം, മുകളിൽ 3 ലൈനും കാണാം. ഉം. കണ്ടു കണ്ടോ? കണ്ടു കണ്ടു. കണ്ടോ? ആ ആ മുകളിൽ ഓക്കെ, മുകളിൽ 3 ലൈൻമ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇയർ വൈസിൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ ആ പറ്റും, മന്ത് വൈസിൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും, വീക്ക് വൈസിൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും, ദിവസ വൈസിൽ നിങ്ങൾക്ക് ഉം. ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ പറ്റും നിങ്ങൾക്ക്. ആ തന്നെ, തന്നെ. ഓക്കെ. ഇനി ആ ഇതിലേക്ക് ഇങ്ങോട്ട് ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ അടിയിൽ ആ പ്ലസ് അമർത്തുക. ആ പ്ലസ് അമർത്തണം. ഇതിപ്പോൾ ഉദാഹരണം നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഈ മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അടുത്ത പരിപാടി നിങ്ങൾ എഴുതിക്കോളി. ആ എന്നിട്ട് ആ ആ ടൈമിംഗ് കൊടുക്കുക. ഏത് ദിവസമാണ് നിങ്ങൾക്ക് ആ എപ്പോഴൊക്കെയാണ് ഇതിനെ റിമൈൻഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. ആ സമയം ആവുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് ബെല്ലടിച്ചുകൊണ്ടിരിക്കും. വെള്ളടിക്കും, വെള്ളടിക്കും. തന്നെ, തന്നെ. ഫദക്കിർ ഇന്ന ഫഅത്തി ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. നമ്മളെ ഓർമ്മിപ്പിക്കാൻ ആ എന്തും വേണം. മനുഷ്യൻ ചിലപ്പോൾ മറക്കും, പക്ഷെ ഒരിക്കലും ടെക്നോളജി മറക്കൂല. ആ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുക. നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് ഇൻഷാ ചോദിച്ചു അല്ലാ. കഴിഞ്ഞാൽ, കാരണം നിങ്ങൾക്കിപ്പോ ഇങ്ങനെയൊക്കെ ജീവിച്ച് പോയാൽ മതി. എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രൊഡക്റ്റ്, കാരണം നമ്മള് രണ്ട് വിദ്യാഭ്യാസം പഠിച്ച ആൾക്കാരായതുകൊണ്ട് സമൂഹത്തിന് ഉം. സംതിങ് സ്പെഷ്യൽ കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കേണ്ട ആൾക്കാരാണ്. ഇൻഷാ അവിടെ അല്ലാ. മറ്റുള്ള ആളുകളെ പോലെയല്ല, മറിച്ച് സംതിങ് സ്പെഷ്യൽ. കാരണം ദുനിയാവ് അറിയുന്ന ആൾക്കാരാണ്, ആഖിറം അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഉം. ഒന്നും കൂടിയും AI ടെക്നോളജികൾ മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ ദിവസത്തെ പ്രൊഡക്റ്റീവ് ചെയ്യാൻ പറ്റും. ഇത് ഉം. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്ന 2 ടൂളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഒന്ന്, നിങ്ങൾക്ക് ഉം. അലാറം ഗൂഗിൾ ക്ലോക്ക് അലാറം ക്ലോക്ക് സെറ്റ് ചെയ്തിട്ട് ഓരോ മണിക്കൂറിന്റെ ഇടയിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്, എന്താണ് ചെയ്തത് എന്നുള്ളത് ബ്ലോക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് തിരിക്കുക. അത് എഴുതും വേണം. അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയത്. രണ്ടാമത്തത് നിങ്ങളെ ഗൂഗിൾ കലണ്ടർ. ഇത് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു വർഷത്തിന്റെ പ്ലാനിങ് നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാം. ആ സമയം എത്ര സമയത്ത് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തും. ഉദാഹരണം, നിങ്ങൾക്ക് ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഐഡിയൽ വെയിറ്റ് ആക്കണം എന്നുള്ളത് നിങ്ങൾ അടുത്ത ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ 10-ാം തീയതി എഴുതി വെച്ചെന്ന് വെച്ചോളി. ഏപ്രിൽ മാസം 10-ാം തീയതി നിങ്ങൾക്ക് റിമൈൻഡ് ചെയ്യും. സ്വാദിസ്ത, നിങ്ങൾ ഇന്ന് ഐഡിയൽ വെയിറ്റ് ആവുമെന്ന് പറഞ്ഞാണല്ലോ, എവിടെ ഐഡിയൽ വെയിറ്റ് ആയ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നും വേണമെങ്കിൽ റിമൈൻഡർ വെക്കാം. അത് നിങ്ങളങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. ഓക്കെ. ഈ ഒരു കാര്യം കൂടി നിങ്ങളെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് തീർച്ചയായിട്ടും, കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, അതിന്റെ തീർച്ചയായിട്ടും, പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും. ഇതൊരു വർക്ക് ഫിറ്റ്നസ്സിൽ മാത്രമല്ല, മറിച്ച് ഹോൾ ലൈഫിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളെ കാരണം ഇൻഷാ അല്ലാ. ടൈം ആർക്കില്ല. പക്ഷെ ആ ടൈമിനെ നമ്മൾ എത്രത്തോളം ഷെഡ്യൂൾ ചെയ്യുന്നു, അത് എത്രത്തോളം നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കുന്നു എന്നതിലാണ് കാര്യം. നമ്മൾ ഉം. ICUയിൽ കിടക്കുന്ന സമയത്ത് അസുഖക്കാരനായിട്ട് മാറി നമ്മൾ ചെക്കിങ്ങിന് വേണ്ടി പോണ സമയത്ത്, അല്ലെങ്കിൽ വലിയൊരു എമർജൻസി നമുക്ക് മുന്നിൽ ഉണ്ടായി, നമ്മളെ മക്കള് അടുത്തറിയുന്ന ആൾക്കാര് പ്രിയപ്പെട്ടവര് ഒക്കെ മരണത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാ തിരക്കുകളും ഒഴിവാക്കിയിട്ട് നമ്മൾ പോണില്ലേ? അതെങ്ങനെ പറ്റണം? ഉം. അപ്പൊ എന്താ ബിസി ഇല്ലേ നമുക്ക്? ഇൻഷാ അല്ലാ. ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പറ്റും. പക്ഷെ അത് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറരുത് ആ നിലപാട്. അതിൽ ഉറച്ചു നിൽക്കണം. ഇൻഷാ അല്ലാ. അതിലാണ് നമ്മൾ വിജയിക്കുക. കൺസിസ്റ്റൻസി ആണ് എല്ലാത്തിന്റെയും വിജയം. ഞാൻ ഇന്ന് ഇൻഷാ അല്ലാ. എല്ലാവർക്കും എല്ലാം അറിയാം. നിങ്ങൾക്ക് ഗൂഗിളിൽ ഇഷ്ടം പോലെ ഫിറ്റ്നസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അറിവുകളുണ്ട്, യൂട്യൂബിലുണ്ട്, ഉം. നിങ്ങൾക്ക് ഫേസ്ബുക്കിലുണ്ട്, എല്ലാത്തിലും നിങ്ങൾക്ക് അറിവുകളുണ്ട്. ബട്ട് എന്നിട്ടും എന്റെ ലോക ജനതയിൽ 4-1 ഓവർ വെയിറ്റ് ആയിട്ട് മാറുന്നത്? ഉം. 4-ൽ 1 ഓവർ വെയിറ്റ് ആണ്. ഉം. അത്
ഇതെല്ലാം കൂടിയിട്ട് ഒത്തുചേരുന്ന ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തത് കൊണ്ടാണ്. അവരെ ശരി. മോട്ടിവേറ്റ് ചെയ്യാൻ, അവരെ മോണിറ്ററിങ് ചെയ്യാൻ. ഇപ്പോ ഇത് നിങ്ങളെ നേരെ ഇതാണ് ചെയ്തോളി എന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടിരുന്നെങ്കിൽ ഉസ്താദിന്റെ രീതിയിൽ ചെയ്യും, പിന്നെ നമ്മളെ ഒരു കണക്ഷനും ഉണ്ടാവില്ല, പിന്നെ നിങ്ങൾ പഴയ ക്വാളിറ്റി തന്നെ ഉം. പോകും. അതേസമയം നിങ്ങളെ കറക്റ്റ് തീർച്ചയായും. ട്രാക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ വന്ന വഴിയിലൂടെയാണ് നിങ്ങളെ ചെയ്യിപ്പിക്കുന്നത്. പേഴ്സണലി എൻ്റെ ഷുവർ. റിസൾട്ട് ഞാൻ എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് അതുപോലത്തെ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത റിസൾട്ടുകൾ കിട്ടണമെന്ന് അതിയായിട്ട് ആഗ്രഹം എനിക്കുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇൻഷാല്ലാ. നിങ്ങൾ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളൊരു തീർച്ചയായിട്ടും. ടാർഗറ്റ്. അത് നിങ്ങൾ അത് നിങ്ങൾ അങ്ങനെ പറയരുത്. ഞാൻ അങ്ങോട്ട് ചെയ്തല്ലേ, ഞാനല്ലേ പറയട്ടെ. എന്റെ ആവശ്യമല്ലേ. ഇൻഷാല്ലാ. എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? വേറെ പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നുമില്ല. അൽഹംദുലില്ലാ ഒക്കെ റാഹത്താണ്. ഉറക്കൊക്കെ ഇപ്പൊ ക്ലിയർ ആയി വരുന്നുണ്ട്. അൽഹംദുലില്ലാ. ഉം, ഉം. കൃത്യമായി 7 മണിക്കൂർ ഞാൻ ഉറങ്ങുന്നുണ്ട്. ആ, ഉറക്കൊക്കെ അങ്ങനെ ഉം, ഉം, ഇപ്പൊ 10:30 10 മണിന്റെ ഉള്ളിൽ ഉറങ്ങുന്നുണ്ട്. ഉം, പിന്നെ 5 മണിക്ക് എണീക്കും. 5 മണിക്ക് എണീച്ചിട്ട് പിന്നെ ഞാനൊരു 8 മണിക്ക് ഇതൊക്കെ എന്താണ് നാസ്തൊക്കെ കഴിച്ച് ഉം, ഇടയ്ക്ക് വീഡിയോ ക്ലാസ് ഇല്ലാത്ത സമയത്ത് വീഡിയോ കണ്ടതിന് ശേഷം ഉം. ഒരു 9 മണിക്ക് ശേഷം ചെറുതായിട്ട് ഒരു 9:30 10 അതിന്റെ ഒരു 1 മണിക്കൂർ ഉറങ്ങും ഞാൻ. ഓക്കെ, നല്ലതാണ്. 9:30 10 മണി നല്ല 9:30 10 വരെ നല്ലതാണ്, നല്ലതാണ്, രാവിലെ ആ സമയം നല്ലതാണ്, നമുക്കൊരു ഫ്രീ ടൈമാണ്. നല്ലതാണ്. പേടിച്ചിട്ട് ഒരു കുഴപ്പമില്ല. കാരണം നമ്മളെ കൈലൂലത്തിന്റെ ഉറക്കം അറിയില്ലേ? അതെ, അതെ, ഉസ്താദ്മാരൊക്കെ അറിയില്ലേ കൈലൂലം? അതെ, അതെ, നല്ലതാണ്. കാരണം അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതാണ്. ഉം. അപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് ഇനി വേണ്ടത് എക്സസൈസുകളാണ്. ഉം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആപ്സിന്റെ എക്സസൈസുകൾ, ഉം. അതിന്റെ ഒരു ഇത് വേണം. വേറെ അതെ. പ്രത്യേകിച്ച് അൽഹംദുലില്ലാ ഒന്നുമില്ല. അത് നമ്മളെ ഫുഡൊക്കെ കൺട്രോൾഡ് ആണ്. ഫുഡ് ഉം. ഇപ്പൊ ഞാൻ പൊരിക്കടികൾ തിന്നുന്നില്ല. പൊരിക്കടി സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ഉം. പൊരിക്കടി തൊട്ടിട്ട് ശരി. അന്ന് എന്ന് വെച്ചാൽ ഒരു 10 15 ദിവസമായി ഉം. പൊരിക്കടി തൊട്ടിട്ട്. ആ, ഒരു പിന്നെ അഞ്ച് എണ്ണ വറുത്തകളൊന്നും ഇപ്പൊ തിന്നിട്ട്. ശരി. ഒരു ഏഹ് 5 വർക്കൗട്ട് ആപ്സിന്റെ ഞാൻ പറഞ്ഞുതരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ, കാണുന്നുണ്ട് എന്നെ? കാണുന്നുണ്ട്. നമ്മുടെ വീട്ടിലാ? ആ, ഒന്ന് ഒന്നിപ്പോ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ജമ്പിങ് ജാക്സ് ആ അത് നിങ്ങൾ 3 സെറ്റ് ആ ചെയ്യും. ആ 100ന്റെ ടൈമർ ആ വെച്ചിട്ട് 1 മിനിറ്റിന്റെ 3 സെറ്റ് ചെയ്യണം. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. അതിപ്പോ ചെയ്യുന്നത് അതാ ചെയ്യുന്നത്. 3 സെറ്റ് 100 വെച്ചിട്ട് ചെയ്യണം. ആ 1 മിനിറ്റ്. ഒരു മിനിറ്റിൽ 100 എണ്ണം അല്ലേ? ടൈമർ വെക്കുക. ആ ടൈമർ വെക്കുക, 1 മിനിറ്റ് നിങ്ങൾ പുള്ള ചെയ്യും. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ ഇൻഷാ അങ്ങനെ അല്ലാ. 3 എണ്ണം. ആ ഓക്കെ, നമ്പർ 2 നോക്കിട്ടാ. ആ അതും ചെയ്യുന്നുണ്ട്. ഈ കൈമുട്ട് ഈ കാൽമുട്ടിനെ ടച്ച് ആ ചെയ്യിപ്പിക്കും. ആ ആ കൈ കാൽമുട്ടുമ്പോ ടച്ച് ചെയ്യിപ്പിക്കുക അല്ലേ? ആ, ഇൻഷാ അല്ലാ. ആ. പക്ഷെ തുണിയേറ്റ് നിങ്ങൾ ഏയ്, വീഴും. തുണിയല്ല, ഞാൻ പൈജാമ ഇട്ടിട്ട് ഞാൻ മറ്റേ ട്രാക്ക് സൂട്ട് ഇട്ട് ചെയ്യില്ല ഞാൻ. ഓക്കെ, ഓക്കെ. അടുത്തത് 2 ഞാൻ പറഞ്ഞു. ആ മൂന്നാമത്തെ ആ നോക്കി. ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ആ നോക്കി, ഇങ്ങനെ അങ്ങനെ ആ ആ ആ ആ ആ. കൈ കോർത്തിട്ട്. കൈ കോർത്തിട്ട് പെരടിന്റെ പിന്നിൽ വെക്കുക. ആ ഇടത്തെ കൈയിന്റെ മുട്ട് വലത്തെ കാലിന്റെ ആ മുട്ടിൽ തൊടുക. ആ ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ മൂന്നായി. ഓക്കെ 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 ഇൻഷാ അല്ലാ. മൂന്നായി. അടുത്തത് ആ കാലിന്റെ പാദം ഉണ്ടല്ലോ, ഈ കാലിന്റെ പാദം ആ നിലത്ത് വെക്കുക. ആ അത് കാലിന്റെ പാദം മാത്രമേ വരാൻ പാടുള്ളൂ. ആ ശേഷം ഇങ്ങനെ പിടിക്കുക. ആ ഓടുക. കാലിന്റെ ഉപ്പൂറ്റി അല്ലല്ലോ, മറ്റേ ഫ്രണ്ട് ഭാഗല്ലേ നിലത്ത് വെക്കണ്ട്? കാലിന്റെ വിരലില് മാത്രം, വിരല് മാത്രം അല്ലേ? വിരലില് മാത്രം ഓക്കെ ഓക്കെ. പൊന്തിക്കുക, ഇങ്ങനെ പിടിക്കുക. ആ ആ അങ്ങനെ കിടന്ന് കുലുങ്ങ അല്ലേ? ഓടുക, ഓടുക. ഓട് 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 ഭയങ്കര എഫക്ട്. അത് ഇതൊക്കെ 1 മിനിറ്റ് ആണ് ചെയ്യേണ്ടത്. ആയിക്കോട്ടെ 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 ഓക്കെ, ഇൻഷാ അല്ലാ. ആ ഓക്കെ. പിന്നെ ഇപ്പൊ 4 എണ്ണം പറഞ്ഞു. അഞ്ചാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു റോഡ് റോഡ് ഉണ്ടാവും. ആ മുള പൈപ്പോ അങ്ങനെ ആ എന്തെങ്കിലും. ബാക്കിൽ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെ. ഓക്കെ, പൈപ്പോ മുള അങ്ങനെ എന്തെങ്കിലും കയ്യിൽ പിടിക്കുക. ഉണ്ട് ഉണ്ട്. ആ ഓക്കെ, അത് ഇതിൽ ലോക്ക് ചെയ്യുക. ഇവിടെ ലോക്ക് ചെയ്യുക. ഷോൾഡറിലവിടെ ലോക്ക് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെ. നമ്മുടെ
ആ സൈഡിലെ ഫാറ്റ് പോവാ അല്ലെ? സൈഡിലെ എല്ലാ ഫാറ്റും ബേൺ ആയി പോകും. ആ ആയിക്കോട്ടെ, അത് ഞാൻ ഇതൊക്കെ ചെയ്യലുണ്ട് ഒരു ഇടയ്ക്ക്. മിനിറ്റ് വെച്ചിട്ട് 3 സെറ്റാണ് ചെയ്യേണ്ടത്. ഇൻഷാ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ. ഇത് അപ്പൊ ടോട്ടൽ ഒരു ഞാൻ എൻ്റെ 15. ഒരു അനുഭവം പറയട്ടെ. ആ എൻ്റെ വെയിറ്റ് ലോസ് ജേണിയിൽ ഞാൻ വേറെ ഒരു വർക്കൗട്ടും ചെയ്തിട്ടില്ല ഉസ്താദ്. ഇത് മാത്രമാണ് ആ, ചെയ്യുന്നത്. ഇതന്നെ. മാഷാ അല്ലാ. പിന്നെ അതല്ല, ഇതില് നമ്മള് എന്താ പറയാൻ പോയത് കുറച്ച് ഇതിന്റെ 1 മിനിറ്റിൽ നമ്മൾ റെസ്റ്റ് എടുക്കണ? ആ 1 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 സെക്കൻഡ് റെസ്റ്റ് ചെയ്യാം. വെള്ളം കുടിക്കരുത് കേട്ടോ ഈ സമയത്ത്. ആയിക്കോട്ടെ. ആ അത് കുടിക്കലില്ല. എക്സസൈസിന് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പണി മാറും. അല്ല, എക്സസൈസിന് കുടിക്കാം, കുളത്തിൽ പിടിക്കൂലേ? കാർഡിയോക്ക് കുടിക്കരുത്. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കുടിക്കാം, പക്ഷെ ആ കാർഡിയോ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ശ്വാസം മുട്ടും. ആ ഉണ്ടാവൂലേ? ആ അതന്നെ. ആ ഇത് നിങ്ങള് ഇൻഷാ അല്ലാ. ഇത് ഈ 5 സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു, ഒന്ന് കാണിച്ചാൽ നിങ്ങൾ കാണട്ടെ. താമസില്ല അപ്പൊ അവിടെ ആ വെച്ചോ, അവിടെ വെച്ചോളി. ആ ഓക്കെ. കാണില്ലേ ആ ഇത് അല്ലേ? കണ്ടാ? ആ ഇതല്ലേ ഒന്ന്, അതെ. പിന്നെ അത് ആ യെസ്, വെരി ഗുഡ്. ഇത്. യെസ് യെസ്. പിന്നെ നാലാമത്തത് ആ വിരലിന്റെ ഇങ്ങനെ കുറച്ച് പിടിക്കുന്നല്ലേ? യെസ്, കാലിന്റെ വിരല് മാത്രം. ആ വിരലിന്റെ ആ ആ ഭാഗല്ലേ അല്ലേ? ആ ഒന്ന് കുനിഞ്ഞോളി, ഒന്ന് കുനിഞ്ഞോളി, റുക്കൂഅ് പോലെ കുനിഞ്ഞോളി. ഓക്കെ ഓക്കെ. പിന്നെ ആ അല്ല, ആ ഇങ്ങനെ 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 പിടിക്കണം, സ്ട്രൈറ്റ് ആയിട്ട്, സ്ട്രൈറ്റ് ആയിട്ട്. ആ സ്ട്രൈറ്റ് ആയിട്ട് വളയരുത്. ആ സ്ട്രൈറ്റ് ആയിട്ട് വളയാതെ ഈ ആപ്സിന്, ഇതാണ് ഇതിലെ എഫക്റ്റ്. ഇതൊക്കെ വയറുമ്മക്കാണ് എഫക്റ്റ് വരേണ്ടത് കേട്ടോ. ഓക്കെ, ഇത് അപ്പൊ ഓക്കെ. ടോട്ടല് 1 മിനിറ്റ് വെച്ചിട്ട് 3 സെറ്റ്. അതാണ് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്. 21 ദിവസമാണ് ഇത് ടോട്ടൽ ചെയ്യേണ്ടത്. ആ ഇന്നത്തെ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യും. എന്താണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ആയിക്കോട്ടെ. കേട്ടോ, ഞാൻ കാണട്ടെ. ഏ ആ എക്സ്പീരിയൻസ് എന്താ നിങ്ങൾ പറഞ്ഞേ? അറിയിക്കും. നിങ്ങൾ ചെയ്തതിന് ശേഷം ഇൻഷാല്ലാ. എപ്പോഴാണ് നിങ്ങൾ ചെയ്യുക? വൈകുന്നേരം? ഇൻഷാല്ലാ. ഇന്ന് വൈകുന്നേരം ഇൻഷാല്ലാ. വൈകുന്നേരം ഒരു 5 മണിക്ക് ഇൻഷാല്ലാ. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. ഞാനൊരു മഗ്‌രിബിന് ശേഷം അതിന്റെ അയച്ചു തരുന്നുണ്ട്. ആ എന്താണ് അയച്ചു തരേണ്ടത്?